മമതാ ബാനർജിയെ സുപ്രീം കോടതി പഞ്ഞിക്കിട്ടൊരു കഥയാണ് പറയുന്നത്. അതായത് ഭാരതത്തിന്റെ ഹൃദയമിടിപ്പ് നിലച്ചൊരു നിമിഷം. ചരിത്രത്തിൽ ആദ്യമായി ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും പോലീസ് സേനയും ചേർന്ന് ഒരു കേന്ദ്ര ഏജൻസിയെ തടവിലാക്കുന്നു. ഇത് വെറും ഒരു രാഷ്ട്രീയ പ്രതിഷേധമല്ല, മറിച്ച് രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങൾ തമ്മിലുള്ള തുറന്ന യുദ്ധമാണ്. കൊൽക്കത്തയിലെ ഐപാക് ഓഫീസിന് മുന്നിൽ ആ രാത്രി നടന്നത് ഇന്ത്യ ഇതുവരെ കാണാത്ത ദൃശ്യങ്ങളാണ്. കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെയൊക്കെ വളഞ്ഞുകൊണ്ട് ബംഗാൾ പോലീസ് നിലയുറപ്പിക്കുന്നു. മിനിറ്റുകൾക്കുള്ളിൽ അവിടെ മുഖ്യമന്ത്രി മമതാ ബാനർജി എത്തുന്നു. ഉദ്യോഗസ്ഥരോട് അവർ തട്ടിക്കയറുന്നു. ആരുടെ അനുവാദത്തോടെയാണ് നിങ്ങൾ ഇവിടെ വന്നത് എന്ന ചോദ്യം രാജ്യത്തെ നടുക്കി. ഈ വിഷയം സുപ്രീം കോടതിയുടെ മുൻപിൽ എത്തുമ്പോൾ ജസ്റ്റിസുമാർ ചോദിച്ചതാകട്ടെ ഒരേ ഒരു കാര്യമാണ്: ഇസ് ദെയർ എ റൂൾ ഓഫ് ലോ ഇൻ വെസ്റ്റ് ബംഗാൾ? അതായത് ബംഗാളിൽ നിയമവാഴ്ചയുണ്ടോ എന്ന്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ അടിത്തറയായ ഫെഡറൽ സംവിധാനത്തെ ഉലയ്ക്കുന്ന ഈ മഹാപോരാട്ടത്തെ കുറിച്ചാണ്. എന്താണ് ഐപാക്? എന്താണ് കൽക്കരി കുംഭകോണം? എന്തിനാണ് സുപ്രീം കോടതി മമതയ്ക്ക് നോട്ടീസ് അയച്ചത്? ഈ കേസ് ഇന്ത്യയുടെ ഭാവി മാറ്റി എഴുതുമോ? മമതാ ബാനർജിയുടെ അഹങ്കാരത്തിന്റെ ഈ കടന്നുകയറ്റത്തെക്കുറിച്ച്, അതിന്റെ സത്യങ്ങളെ കുറിച്ച് നമുക്കറിയാം. നമ്മൾ ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഐപാക് എന്നാൽ എന്താണെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. രാഷ്ട്രീയ തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ സ്ഥാപിച്ച ഇന്ത്യൻ പൊളിറ്റിക്കൽ ആക്ഷൻ കമ്മിറ്റി ഒരു പാർട്ടിയെ എങ്ങനെ ജയിപ്പിക്കണമെന്ന് ഡാറ്റകൾ ഉപയോഗിച്ച് തീരുമാനിക്കുന്ന ആധുനിക സംവിധാനമാണ്. തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഐപാക് വെറും ഒരു കൺസൾട്ടന്റ് മാത്രമല്ല, അവരുടെ നട്ടെല്ല് കൂടിയാണ്. പാർട്ടിയുടെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ, സ്ഥാനാർത്ഥി നിർണയം, വോട്ടർമാരുടെ ഡാറ്റ എന്നിവയെല്ലാം ഈ ഓഫീസിലെ കമ്പ്യൂട്ടറുകളിലാണ് ഇരിക്കുന്നത്. ഇവിടെയാണ് ഇ റെയ്ഡിന് എത്തുന്നത്. തൃണമൂലിന്റെ ആരോപണം ഇ വന്നത് അഴിമതി അന്വേഷിക്കാനല്ല, മറിച്ച് തങ്ങളുടെ അടുത്ത തിരഞ്ഞെടുപ്പ് പ്ലാനുകൾ മോഷ്ടിക്കാനാണ്. അമിത്ഷായുടെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് ഈ നീക്കം. കൽക്കരി കുംഭകോണത്തിലൂടെ ഒഴുകി കോടിക്കണക്കിന് രൂപ ഐപാക്കിന്റെ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കപ്പെട്ടു. ആ പണത്തിന്റെ ഉറവിടം കണ്ടെത്താനാണ് ഞങ്ങൾ അവിടെ പോയത്. ഇങ്ങനെയാണ് അവർ പറഞ്ഞത്. സമയം വൈകിട്ട് 4 മണി. ഉദ്യോഗസ്ഥർ കൊൽക്കത്തയിലെ സോൾട്ട് ലേക്ക് ഏരിയയിലുള്ള ഐപാക് ഓഫീസിലെത്തുന്നു. അവർക്കൊപ്പം കേന്ദ്രസേനയുണ്ട്. ഐപാക് ജീവനക്കാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഫോൺ ചെയ്യുന്നു. ഉടൻ തന്നെ കൊൽക്കത്ത പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹമാണ് സ്ഥലത്തെത്തിയത്. മുഖ്യമന്ത്രി മമതാ ബാനർജി സ്ഥലത്തെത്തുന്നു. ഉദ്യോഗസ്ഥരുടെ ഐഡന്റിറ്റി കാർഡുകളൊക്കെ പോലീസ് പരിശോധിക്കുകയാണ്. ഉദ്യോഗസ്ഥരെ ഓഫീസിനുള്ളിൽ പ്രവേശിക്കാൻ അനുവദിക്കാതെ പോലീസ് തടയുന്നു. കേന്ദ്രസേനയും സംസ്ഥാന പോലീസും മുഖാമുഖം നിൽക്കുന്ന ഒരു യുദ്ധക്കളമായി ആ പ്രദേശം മാറി. മമതയുടെ വാക്കുകൾ നമുക്ക് നോക്കാം. നിങ്ങൾ ജനാധിപത്യത്തെ കൊല്ലുകയാണ്. എന്റെ സംസ്ഥാനത്ത് വന്ന് എന്നോട് ചോദിക്കാതെ നിങ്ങൾക്കൊന്നും ചെയ്യാനാകില്ല. സംസ്ഥാനത്തിന്റെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ പ്രത്യേകിച്ചൊന്നും പറയാത്തതാണ് നല്ലത്. അവിടെ നടക്കുന്ന കലാപവും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമവും ഒന്നും പറയാൻ വയ്യ. ഇതൊരു ഭരണഘടനാപരമായ വഴിമുട്ടലായിരുന്നു. സംസ്ഥാന പോലീസിനെ ഉപയോഗിച്ച് കേന്ദ്ര ഏജൻസിയെ തടയുന്നത് വഴി മമത മുന്നോട്ട് വെച്ചത് ഒരു വലിയ സന്ദേശമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ബംഗാളിൽ എന്റെ നിയമം മാത്രം, ഒരു ഏകാധിപതിയായി. ഈ കേസ് സുപ്രീം കോടതിയിലെ ജസ്റ്റിസ് പ്രശാന്ത് കുമാർ മിശ്ര, ജസ്റ്റിസ് വിപുൽ പഞ്ചോലി എന്നിവരുടെ ബെഞ്ചിന് മുന്നിൽ എത്തിയപ്പോൾ ഇന്ത്യ ഉറ്റുനോക്കുകയായിരുന്നു. ഇന്ത്യയുടെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയിൽ ആഞ്ഞടിച്ചു. ഇതൊരു ജംഗിൾ രാജാണ്. ഒരു കേന്ദ്ര ഏജൻസിക്ക് റെയ്ഡ് നടത്തണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ അനുവാദം വേണമെന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. ഉദ്യോഗസ്ഥരെ പോലീസ് ശാരീരികമായി തടഞ്ഞു. അവരെ അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി. CCTV ക്യാമറകൾ പോലീസ് ഓഫും ചെയ്തു. രാജ്യത്തെ ഏറ്റവും മുതിർന്ന അഭിഭാഷകനായ കപിൽ സിബൽ മറുവാദം ഉന്നയിച്ചു. ഇത് ഫെഡറലിസത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ്. തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഒരു പാർട്ടിയുടെ തന്ത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നിടത്ത് എന്തിനാണ് റെയ്ഡ് എന്നാണ് അവരുടെ ചോദ്യം. 2024 മൊഴിയെടുത്ത കേസിൽ 2026 അന്വേഷണം നടത്തുന്നത് ദുരൂഹമാണെന്ന് പറയുന്നു. കേന്ദ്രം EDയെ ഒരു രാഷ്ട്രീയ ഗുണ്ടയായി ഉപയോഗിക്കുകയാണെന്നൊക്കെയാണ് ഇവരുടെ വാദം. കോടതിയുടെ നിരീക്ഷണങ്ങൾ അതിശക്തമായിരുന്നു. ഒരു മുഖ്യമന്ത്രി തെരുവിലിറങ്ങി അന്വേഷണം തടയുന്നത് തെറ്റായ കീഴ്വഴക്കമല്ലേ? ഇങ്ങനെ പോയാൽ നാളെ കൊലക്കേസ് പ്രതികളെ പിടിക്കാൻ പോകുന്ന പോലീസിനെ പോലും ജനങ്ങൾ തടയില്ലേ? ഇതാണ് സുപ്രീം കോടതിയുടെ ചോദ്യം. ഈ ചോദ്യത്തിന് മുന്നിൽ അവർ വാ തുറന്നു നിൽക്കുകയാണ്. ഈ ചോദ്യത്തിന് മുന്നിൽ അവർക്ക് യാതൊരു മറുപടിയും ഉണ്ടായിരുന്നല്ല. നമ്മൾ ഈ തർക്കത്തിന്റെ കാതൽ അറിയണമെങ്കിൽ എന്താണ് കൽക്കരി കുംഭകോണം എന്നുകൂടി മനസ്സിലാക്കണം. ഈസ്റ്റേൺ കോൾഫീൽഡ് ലിമിറ്റഡ്സിന്റെ നിയന്ത്രണത്തിലുള്ള ഖനികളിൽ അവിടെ നിന്നും ലക്ഷക്കണക്കിന് ടൺ കൽക്കരി നിയമവിരുദ്ധമായി കടത്തി എന്നതാണ് കേസ്. 10,000 കോടി രൂപയുടെ അഴിമതി നടന്നതായി ആരോപിക്കപ്പെടുന്നുണ്ട്. ഇതിലെ പണം വിദേശത്തുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാറ്റിയെന്നും ആ പണം ബംഗാളിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചു എന്നുമാണ് EDയുടെ കണ്ടെത്തൽ. ഇതിൽ മമതയുടെ മരുമകൻ അഭിഷേക് ബാനർജിക്ക് പങ്കുണ്ടെന്ന് കേന്ദ്രം ആരോപിക്കുന്നുണ്ട്. ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. ഭരണഘടനയുടെ 7ാം ഷെഡ്യൂൾ അനുസരിച്ച് ക്രമസമാധാനം അഥവാ ലോ ആൻഡ് ഓർഡർ സംസ്ഥാനത്തിന്റെ വിഷയമാണ്. എന്നാൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാനുള്ള അധികാരം കേന്ദ്രത്തിനാണ്. ഇവിടെയാണ് സംഘർഷം. കേന്ദ്രം പറയുന്നത് അവർ അവരുടെ ജോലി ചെയ്യുന്നു എന്നാണ്.
സംസ്ഥാനം പറയുന്നത് കേന്ദ്രം തങ്ങളുടെ അധികാര പരിധിയിൽ കടന്നു കയറുന്നു എന്നും. ഈ ഇലക്ഷൻ ആകാൻ നേരത്തുള്ള ഇത്തരത്തിലുള്ള പ്രഹസനങ്ങളെ പറ്റി മമതയ്ക്ക് ഒന്നും പറയാനില്ലേ? പ്രധാനപ്പെട്ട നിയമപരമായ ചോദ്യങ്ങൾ ഇവിടെ CBIക്ക് ഒരു സംസ്ഥാനത്ത് കയറാൻ അനുവാദം വേണം, എന്നാൽ ഇഡിക്ക് അത് വേണ്ട. ഇതാണ് മമതയെ പ്രകോപിപ്പിക്കുന്നത്. തെറ്റ് ചെയ്തവരല്ലേ പേടിക്കേണ്ട ആവശ്യമുള്ളൂ. സംസ്ഥാന പോലീസ് കേന്ദ്ര ഏജൻസി അറസ്റ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? നമ്മൾ അമേരിക്കയിലേക്കോ ബ്രസീലിലേക്കോ നോക്കിയാൽ സമാനമായ സംഭവങ്ങൾ കാണാൻ സാധിക്കും. അമേരിക്കയിൽ FBI മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയപ്പോൾ വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അവിടെയൊന്നും ഒരു ഗവർണറോ മുഖ്യമന്ത്രിയോ പോലീസിനെ വിട്ട് FBI തടഞ്ഞിട്ടില്ല. ബംഗാളിൽ കണ്ടത് ഭരണഘടനാപരമായ ഒരു അട്ടിമറിയാണ്. ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ സ്ഥാപനങ്ങൾ സ്വതന്ത്രമായി പ്രവർത്തിക്കണം. ഇതിന് മമത ഇവിടെ അനുവദിക്കുന്നില്ല. അധികാര കസേരയ്ക്ക് ഇളക്കം തട്ടിയാലൊന്ന് പേടി. ഈ കേസിലെ മറ്റൊരു പ്രധാന കഥാപാത്രമാണ് രാജീവ് കുമാർ, ബംഗാൾ DGP. മുൻപ് ഇദ്ദേഹത്തെ CBI ചോദ്യം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ മമതാ ബാനർജി ധർണയിരുന്ന ഒരു ചരിത്രമുണ്ട്. ബംഗാളിലെ IAS IPS ഉദ്യോഗസ്ഥർ കേന്ദ്രത്തോടാണോ അതോ സംസ്ഥാന സർക്കാരിനോടാണോ കൂറ് കാണിക്കേണ്ടത് എന്ന വലിയ പ്രതിസന്ധി ഇവിടെ നിലനിൽക്കുന്നു. സുപ്രീം കോടതി നോട്ടീസ് അയച്ചവരിൽ രാജീവ് കുമാർ ഉൾപ്പെടുന്നുണ്ട്. ഇത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഡു ഓർ ഡൈ പോരാട്ടമാണ്. അവരെങ്ങാനും തോറ്റാൽ കേന്ദ്ര ഏജൻസികൾക്ക് ബംഗാളിൽ പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിക്കും. ബംഗാളിൽ ഇന്നത്തെ അവരുടെ ഗുണ്ടാരാജൊന്നും നടക്കില്ല. ഇത് തൃണമൂൽ നേതാക്കൾക്ക് വലിയ വെല്ലുവിളിയുമാകും. തൃണമൂലിന്റെ ഗുണ്ടാവിളയാട്ടം നമ്മൾ മുമ്പ് സംസാരിച്ചതാണ്. അവർ ജയിച്ചാൽ അത് പ്രതിപക്ഷ പാർട്ടികൾക്ക് വലിയൊരു ഊർജ്ജമാകും. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളും ഇതേ രീതിയിൽ കേന്ദ്രത്തെ പ്രതിരോധിക്കാൻ തുടങ്ങും. ഫെബ്രുവരി 3-ന് മമത നൽകുന്ന സത്യവാങ്മൂലം കേവലം ഒരു കടലാസല്ല, മറിച്ച് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു നിർണായക രേഖയാണ്. നമ്മൾ ഈ കണ്ടത് വെറും ഒരു രാഷ്ട്രീയ നാടകമല്ല, ഇത് നമ്മുടെ ജനാധിപത്യത്തിന്റെ അടിത്തറയിലെ വിള്ളലുകളാണ്. അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കപ്പെടണം, അതിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ ആ അന്വേഷണം രാഷ്ട്രീയമായ മുൻവിധിയോടെയാണോ? മമതയുടെ ഇത്തരത്തിലുള്ള അഹങ്കാരത്തിന്റെ വിളയാട്ടം അല്ലെങ്കിൽ ഏകാധിപത്യം ബംഗാളിനെ ഇങ്ങനെ കട്ടുമുടിക്കുന്നതോ ബംഗാളിൽ ഗുണ്ടകളെ വിട്ട് ജനങ്ങളെ ദ്രോഹിക്കുന്നതെല്ലാം വെച്ച് പൊറപ്പിക്കാനാകില്ല. അത് മാത്രമല്ല, മമത ചെയ്തു കൂട്ടിയ ഓരോ അഴിമതിയും എണ്ണി എണ്ണി അതിന് നീതി ഉറപ്പാക്കേണ്ടതാണ്. കാരണം ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ടാണ് മമത അവിടെ വാഴുന്നത്. അവിടെ ഇത്തരത്തിലുള്ള ജനാധിപത്യത്തെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള മമതയുടെ നീക്കവും മമതയുടെ പോരാട്ടത്തെയൊന്നും നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. ഇന്ത്യയിലെ ഏക വനിതാ മുഖ്യമന്ത്രിയാണ്. എന്നാൽ അതേസമയം തന്നെ ഇന്ത്യയിലെ ഇത്രത്തോളം ഗുണ്ടകളെ പ്രോത്സാഹിപ്പിക്കുന്ന, ജനങ്ങൾ ഇത്രത്തോളം ദ്രോഹിക്കുന്ന മറ്റൊരു മുഖ്യമന്ത്രിയും വേറെ ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല. എന്തായാലും അമിത്ഷായുടെ നേതൃത്വത്തിൽ മമതയ്ക്കെതിരെയുള്ള ഈ പോരാട്ടം തീർച്ചയായും അത് ഫലം കണ്ടിരിക്കും. സുപ്രീം കോടതി പോലും മമതയ്ക്കെതിരെ ചോദ്യം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ മമതയോട് തെറ്റ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇക്കാര്യത്തിൽ നീതി ഉറപ്പാക്കും. മമത ചെയ്തു കൂട്ടിയതിനുള്ള എല്ലാ തെറ്റും അനുഭവിച്ചിരിക്കും. ബംഗാളിലെ വരാൻ പോകുന്ന ഇലക്ഷൻ തിരഞ്ഞെടുപ്പ് തീർച്ചയായും അത് നീതിക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു മഹാപ്രഹരം തന്നെയായിരിക്കും. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സുപ്രീം കോടതിയുടെ ഒരു ചോദ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തുവരെ നന്ദി.